ഹായ് ഓൾ, ഐം സുഫിയാൻ. കുറച്ച് നാളായിട്ട് ഇത്തിരി യാത്രകൾ, വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല വേനൽക്കാലമാണ്, പുറത്തേക്ക് പകലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വേർത്ത് കുളിച്ച് സൈഡാവും. അപ്പോൾ ഈ ഒരു സമ്മറിൽ ഞാൻ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ഡിസൈനർ പെർഫ്യൂംസാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാം ബീസ്റ്റ് മോഡ് സ്റ്റഫൊന്നുമല്ല. 10 ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. ഇന്ന് നമുക്ക് 5 ലിസ്റ്റ് ചെയ്യാം. അടുത്ത ദിവസം വേറെ ഒരു 5 പരിചയപ്പെടുത്താം. ഈ പെർഫ്യൂംസൊക്കെ ഡീസൻറ്റ് പെർഫോമൻസ് വരുന്ന, എന്നാൽ നമുക്ക് സമ്മറിൽ വെയർ ചെയ്യാൻ ആപ്റ്റായിട്ടുള്ള സെൻറ്റ് പ്രൊഫൈലുള്ള പെർഫ്യൂംസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് പെർഫ്യൂംസിനെ പരിചയപ്പെടുത്താം. സോ ലെറ്റ് us get to the video. വെൽക്കം ടു സൂഫി ഫ്രാഗ്രൻസ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലോട്ട് വരുമ്പോൾ ഇതിൽ പറയുന്ന ഒരു പർട്ടിക്കുലർ ഓർഡറിലൊന്നുമല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതോ അല്ലെങ്കിൽ ഏറ്റവും പെർഫോം ചെയ്യുന്നതോ അങ്ങനെയൊന്നും ഞാൻ കാറ്റഗറൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു 5 ലിസ്റ്റ് ഒന്നും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലെ ഫസ്റ്റ് പെർഫ്യൂമാണ് ജിവോഞ്ചിയുടെ ജെൻറ്റിൽമാൻ കൊളോൺ EDT. ഇതൊരു ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുള്ള പെർഫ്യൂമാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ കിട്ടാനൊക്കെ ഇത്തിരി പാടായിരിക്കും. നമ്മുടെ സമ്മർ ടൈമിൽ നല്ല ചുട്ടുകൊള്ളുന്ന വെയിലത്തൊക്കെ വെയർ ചെയ്യാൻ അത്യാവശ്യം റിഫ്രഷിംഗ് ആയിട്ട് ഫീൽ വരുന്ന ഒരു പെർഫ്യൂമാണിത്. നമ്മൾ ഫസ്റ്റ് സ്പ്രേ ചെയ്ത് ഉടനെ അതൊന്ന് പിക്ക് ചെയ്യാൻ പോകുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിട്രസ് നോട്ട്സ്, അതായത് ലെമണിൻ്റെ ഒക്കെ ഫീലാണ്. പക്ഷേ അതിൻ്റെ കൂടെ വളരെ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഗ്രീൻ അക്കോർഡ്സ് പിക്ക് ചെയ്യാൻ പറ്റും. ടീ ലീവ്സിൻ്റെയൊക്കെ പോലെ ഇരിക്കുന്ന ആ ഒരു ഗ്രീൻ ലീവ്സിൻ്റെ സ്മെല്ല് ഈ ഒരു പെർഫ്യൂമിലുണ്ട്. നിങ്ങൾ നിഷാനയുടെ ഉലോങ് ചാ എന്ന് പറഞ്ഞ പെർഫ്യൂമുണ്ട്. ഒരു ടീ ബേസ്ഡ് സെൻ്റാണ്, ടീ ലീവ്സിൻ്റെ. അതിൽ ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ ടീ ലീവ്സിൻ്റെ സ്മെല്ലാണ്. പക്ഷേ ലൂയി വിത്തോണിൻ്റെ ഇമാജിനേഷൻ എന്ന പെർഫ്യൂമിൽ ആ ടീ ലീവ്സൊക്കെ എല്ലാമായിട്ട് വളരെ വെൽ ബ്ലെൻഡഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ തിരുകൂടെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ അക്കോർഡ്സാണ് പിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ഗ്രീൻ ലീവ്സിൻ്റെ സ്മെല്ല്, ഈ ടീ ലീവ്സിൻ്റെയൊക്കെ സ്മെല്ല് നിന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ തിരുകൂടെ ക്ലോസ് ആയിട്ട് നിങ്ങൾ സ്മെല്ല് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിലൊരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഫീൽ കൊടുക്കുന്ന ഐറിസിൻ്റെ പ്രസൻസ് ഉണ്ട്. അതൊരിക്കലും ഒരു പൗഡറി അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ ഒരു ടോണിലേക്കൊന്നും പോകുന്നില്ല. അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു ബട്ടറി ക്യാരക്ടർ, അത് നിങ്ങൾ ക്ലോസ് ആയിട്ട് സ്മെല്ല് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതൊന്ന് പിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ബേസിലേക്ക് ഒരു വുഡി മസ്കി ടോൺസ് ആണുള്ളത്. ഇതിൽ ചെറുതായിട്ടൊരു ഹെർബൽ ഫീലും ഉണ്ട്, റോസ്മേരിയുടെ ഒക്കെ പ്രസൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു പെർഫ്യൂം ഒരിക്കലും ഒരു സ്ട്രോങ് പെർഫോമറല്ല. ഒരു 3, 4 അല്ല 5 മണിക്കൂറൊക്കെ ഏറ്റവും മാക്സിമം ലാസ്റ്റ് ചെയ്യും. എന്നിരുന്നാലും വെയർ ചെയ്യുന്ന ആൾക്ക് ഒരു സൂത്തിങ് ഫീൽ കൊടുക്കുന്ന ഒരു പെർഫ്യൂമായിരിക്കും ഇത്. നിങ്ങൾക്ക് ഇത്തിരി ഒരു ഗ്രീൻ നോട്ട്സ് ഇഷ്ടപ്പെടണം, എന്നിരുന്നാൽ മാത്രമേ ഇത് ട്രൈ ചെയ്യാവൂ. എന്നാൽ അങ്ങനെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറയുന്നത് കരോലിന ഹെറേറയുടെ 212 NYC മെൻ. ആ ഒരു പെർഫ്യൂമിൽ ഇത്തിരി പെറ്റീറ്റ് ഗ്രെയിൻ എന്ന് പറഞ്ഞൊരു നോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സംഗതി ഒരു ഫ്രഷ് കട്ട് ഗ്രാസ്, അതായത് ആ ഒരു ഗ്രീൻ സ്മെല്ലാണ്. അതൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണ് ജിവോഞ്ചിയുടെ ജെൻറ്റിൽമാൻ കൊളോൺ. ഇത് നല്ല ചുട്ടുകൊള്ളുന്ന സമ്മറിൽ നമുക്കൊരു ഇമേജ് പിക്ചർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വൈറ്റ് കളർ നോക്കുകയാണെങ്കിൽ ഒരു വൈറ്റ് ടീഷർട്ട് ജീൻസൊക്കെ ഇട്ട് നടക്കുന്ന ഒരു ചുള്ളൻ ചെറുക്കൻ, അല്ലെങ്കിൽ ഒരു ലിനൻ ഷർട്ട്, പിന്നെ ട്രൗസേഴ്സ്, എന്നിട്ട് ചെറിയ നമ്മളെ ട്രൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്കാ പാൻറ്റ്, അപ്പോൾ അത് മുട്ടുവരെയുള്ള ട്രൗസറൊക്കെ ഇട്ട് നടക്കുന്ന ഒരു ആൾ, പുള്ളി വേറെ എന്ന തരത്തിലുള്ള ഒരു പെർഫ്യൂം എന്തായിരിക്കും അത് നിങ്ങൾക്ക് പിക്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു ടൈപ്പ് സെൻ്റായിരിക്കും ഇതെന്ന് വേണേൽ പറയാം. ഇമാജിനേഷനും നമുക്ക് ആ ഒരു കാറ്റഗറി ഇത്തിരിയൂടെ കാഷ്വലോ അല്ലെ ഫോർമലോ ആണെന്ന് പറയാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് ഇമാജിനേഷൻ. അപ്പോൾ ഇതിലെ ഈ ലിസ്റ്റിലെ ഫസ്റ്റ് പെർഫ്യൂമാണ് ജിവോഞ്ചി ജെൻറ്റിൽമാൻ കൊളോൺ EDT. ഇത് ഞാൻ 5-6 ദിവസമായിട്ട് വെയർ ചെയ്യുന്നുണ്ട്. വെയർ ചെയ്യാൻ നല്ല രസമുള്ളൊരു പെർഫ്യൂമും കൂടെയാണ്. പക്ഷേ ഭയങ്കര പെർഫോമൻസ് കാണില്ല, എൻജോയബിൾ ആയിട്ടുള്ളൊരു സെൻ്റാണ്. നെക്സ്റ്റ് വൺ, ഇതിനെക്കുറിച്ച് ഞാൻ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. ഈവ് സെൻ ലൊറാൻ വൈ ഓ ദ പെർഫ്യൂം YEDP. ഇത് ഇറങ്ങിയ സമയത്ത് ഒരു പവർ ഹൗസ് ആയിരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇതിൻ്റെ ആറ്റമൈസർ, ഈ നോബ് പിള്ളേർ ബോട്ടിലെടുത്ത് കളിച്ച് ഇതവിടെ കാണാതെയായി. അപ്പോൾ ഞാൻ ഇതൊന്ന് പിന്നെ ഡീക്കൻഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് ഞാൻ പറയേണ്ട, പലർക്കും ഒരു കോംപ്ലിമെൻറ്റ് ഗലോർ, അതായത് ഇഷ്ടംപോലെ കോംപ്ലിമെൻറ്റ്സ് വാങ്ങിച്ചു കൊടുത്തൊരു പെർഫ്യൂമായിരിക്കും ഇത്. ഇപ്പോൾ അത്ര തന്നെ പെർഫോമൻസ് ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ അത്യാവശ്യം ലാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു ഡിസൈനർ പെർഫ്യൂമായിരുന്നു YEDP. ആ ഒരു ഫ്രഷ് ഫ്രൂട്ടി ഗ്രീൻ ആപ്പിളിൻ്റെയൊക്കെ സ്മെല്ല്, ജിഞ്ചറിൻ്റെയൊക്കെ ഓപ്പണിങ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. അപ്പോൾ ഇപ്പോഴും നല്ല
ഭയങ്കര രസമുള്ളൊരു സെൻറ്റാണ്. ഇതിൽ ചെറുതായിട്ട് അറോമാറ്റിക് നോട്ട്സ് ഉണ്ട്, ടോങ്ക ബീൻ്റെയൊക്കെ പ്രസൻസ് ഉണ്ട് ബേസിലേക്ക്. ഞാൻ അതിൻ്റെ റിവ്യൂ മുന്നേ ചെയ്തിട്ടുണ്ട്. ജൂനിപ്പർ ബെറീസ് എന്ന് പറഞ്ഞൊരു നോട്ടിൻ്റെ പ്രസൻസ് ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു നോട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഞാൻ കുറച്ച് ജൂനിപ്പർ ബെറീസ് വരുന്ന കുറച്ച് പെർഫ്യൂംസ് ട്രൈ ചെയ്തപ്പോഴാണ് ഇതിലും ജൂനിപ്പർ ബെറീസിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അതെന്തോ ആവട്ടെ. അപ്പോൾ ഈ ഒരു പെർഫ്യൂം പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കറിയാം, ആ ഒരു ഫ്രഷ് ഫ്രൂട്ടി, ചെറുതായിട്ടൊരു ഷവർ ജെൽ വൈബൊക്കെ ചിലർ പറയാറുണ്ട്. അങ്ങനത്തെ ഒക്കെ ഒരു ക്യാരക്ടറുള്ള സംഭവം. ഭയങ്കര നാച്ചുറലൊന്നുമല്ല, ചെറുതായിട്ടൊരു സിന്തറ്റിക് ഫീലൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ഒരു സൂപ്പർ പെർഫ്യൂമാണ് YEDP. ഇപ്പോൾ പ്രൈസ് ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ സെയിലൊക്കെ വരുമ്പോൾ മാത്രം വാങ്ങിക്കാം. പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എനിക്കൊരു ഫസ്റ്റ് 2-3 ഹവേഴ്സിൻ്റെ ഇടയ്ക്ക് കുഴപ്പമില്ലാത്തൊരു പ്രൊജക്ഷൻ കിട്ടിക്കൊണ്ടിരുന്ന പെർഫ്യൂമാണിത്. ലാസ്റ്റിംഗ് ആയാലും എനിക്ക് 6+ ഹവേഴ്സ് പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. ഔട്ട്ഡോർസ് ഭയങ്കര വെയിലൊക്കെ ആണെങ്കിലും ഒരു 5 ഹവേഴ്സിൻ്റെ ഒക്കെ മേലെ എന്തായാലും ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളൊരു പെർഫ്യൂമായിരുന്നു അത്. അപ്പോൾ നമ്മുടെ സമ്മറിൽ അത്യാവശ്യം വെയർ ചെയ്താലും കുഴപ്പമുണ്ടായില്ല. നിങ്ങൾ ആരെങ്കിലുമൊക്കെ പുതിയ ബാച്ചസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും കമൻസിൽ ഷെയർ ചെയ്യാം. എനിക്ക് പുതിയ ബാച്ചിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയില്ല. തേർഡ് പെർഫ്യൂം ഇത്തിരി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. കെൻസോ എന്ന ബ്രാൻഡ്. സത്യം പറഞ്ഞാൽ ഇതൊരു അണ്ടർ റേറ്റഡ് പെർഫ്യൂം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കൂടുതൽ ആൾക്കാരൊന്നും ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. കെൻസോ ഓം എന്ന ലൈൻ, കെൻസോ ഓം EDT ഇൻറ്റൻസ് എന്ന പെർഫ്യൂമാണ് നമ്മുടെ 3ാമത്തെ സ്റ്റാർ. ഒരു ബാമ്പു ഒക്കെ പോലെയാണ് ഈ ഒരു പെർഫ്യൂം ഇരിക്കുന്നത്. ഇതിൻ്റെ കെൻസോ ഓം EDP ഉണ്ട്. പുള്ളിക്കാരൻ ഈ ഒരു ലൈൻ സത്യം പറഞ്ഞാൽ അണ്ടർ റേറ്റഡ് ആണ്. ആരും കൂടുതലായിട്ട് അറിയപ്പെടുന്നൊന്നുമില്ല. ഇത്തിരി യുണീക്കായിട്ടുള്ളൊരു സെൻറ്റ് പ്രൊഫൈലും കൂടെയാണ് ഇതിനുള്ളത്. ഇതിന് കെൻസോ ഓം EDP നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്ന, നല്ലപോലെ പെർഫോം ചെയ്യുന്നൊരു പെർഫ്യൂമാണ്. അണ്ടർ 10,000 റേഞ്ചിൽ പ്രൈസിൽ വരുന്ന, പക്ഷേ യുണീക്കായിരിക്കും. ആൾക്കാർക്ക് വലിയൊരു പരിചയം കാണില്ല ഈ ഒരു ടൈപ്പ് ഓഫ് സെൻറ്റ്. ഇത് സത്യം പറഞ്ഞാൽ ഇത് സ്പ്രേ ചെയ്ത ഉടനെ എനിക്ക് ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ ഫ്ലഡ് ചെയ്ത് വരുന്ന തരത്തിലുള്ളൊരു സെൻറ്റാണിത്. കാരണം ഇതിലെ നോട്ട്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, പക്ഷേ ഇത് സ്പ്രേ ചെയ്ത് എനിക്ക് വളരെ പെട്ടെന്ന് ഓർമ്മ വരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല മഴക്കാലമൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ പുഴയൊക്കെ നീന്തി കടന്ന് അക്കരെ പോയിട്ട് ഒരു വീട്ടിൽ നിന്ന് മാങ്ങയൊക്കെ ഒടിക്കും. അവിടെ സംഭവം പ്രശ്നമാണ്. അപ്പോൾ നാരായണ മാഷ് എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. പുള്ളിയുടെ വീട്ടിൽ നിന്ന് മാങ്ങ ഒടിക്കുമ്പോൾ പുള്ളി ഓടിച്ചു വിടാറുണ്ട്. പക്ഷേ അവിടുന്ന് മാങ്ങയൊക്കെ ഒടിച്ചു കൊണ്ടുവന്ന് നമ്മൾ ഉപ്പും മുളകും കൂട്ടി കഴിക്കുമ്പോൾ അത് നാവിൽ വെള്ളം വരുന്നൊരു ഫീലുണ്ട്. അപ്പോൾ അതിന് വരുന്നൊരു സ്മെല്ലുണ്ടായിരുന്നു. ആ മാങ്ങയും ഈ ഉപ്പ്, മുളകിൻ്റെ അല്ല, ആ ഒരു ഫീല്, ഈ മാങ്ങയുടെയും ഉപ്പിൻ്റെയും സ്മെല്ല് ചേരുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീല് ഈ ഒരു പെർഫ്യൂമെന്ന് എനിക്ക് എവിടേക്കോ പിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ നല്ല കുരുമുളകിൻ്റെ ഇലകളുടെ സ്മെല്ലുണ്ട്. ആ ഒരു ടൈപ്പ് സ്മെല്ലും ഇതിൽ പിക്കാൻ പറ്റുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതൊരു മറൈൻ സെൻ്റാണ്. നല്ല അതിരാവിലെ അത്യാവശ്യം തണുപ്പുള്ള സമയത്ത് തണുത്ത കടൽ വെള്ളത്തിൻ്റെ സ്മെല്ല് എങ്ങനെയായിരിക്കും, ആ ഒരു ടൈപ്പ് സ്മെല്ല് ഇതിലുണ്ട്. അല്ലെങ്കിൽ നല്ല മഴ പെയ്യുന്ന സമയത്ത് കടലിലെ വെള്ളത്തിന് എന്ത് സ്മെല്ലുണ്ടാവും, ആ ഒരു ടൈപ്പ് ഓഫ് ഫീലുള്ള ഒരു സെൻറ്റാണിത്. ഇത് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചുകളൊന്നും ഉണ്ടാകുന്നില്ല. ഈ ഒരു മെറീൻ അക്കോഡ്, സ്പൈസി നോട്ട്സ്, ആ ഒരു കുരുമുളകിൻ്റെയൊക്കെ പോലെയുള്ള സ്മെല്ലുകളൊക്കെ അടങ്ങി, അങ്ങനെ ആ ഒരു സ്മെല്ലാണ് കൂടുതൽ സമയം നമുക്ക് ഇതൊന്നും പിക്ക് ചെയ്യാൻ പറ്റുക. ഭയങ്കരമായിട്ടുള്ള ചേഞ്ചുകൾ ഓവർ ടൈം ഉണ്ടാവുന്നില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളൊരു ഫിഗ് നോട്ടുണ്ട്. അത് വഴിയെ പറയാം. ജോൺ പൊഗോട്ടിയുടെ JPG ലെബു പാരഡൈസ് ഗാർഡൻ എന്ന പെർഫ്യൂമായിട്ട് സാമ്യം ഉണ്ടാക്കുന്നത്. രണ്ടിൻ്റെയും പെർഫ്യൂമർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്വൻറ്റിൻ ബീച്ച് എന്ന പുള്ളിയാണ്. പുള്ളിയുടെ വേറെ തന്നെ ഒരു പെർഫ്യൂമിലും ഇതുപോലുള്ള നോട്ടിൻ്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ നോട്ട്സ് തന്നെ പല സ്ഥലത്തും റെപ്ലിക്കേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. പുള്ളിയുടെ പല ക്രിയേഷൻസിലും അവിടെ ഇവിടെയൊക്കെ ഈ സാധനമുണ്ട്. അപ്പോൾ കെൻസോ ഓം EDT ഇൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അണ്ടർ ദ റഡാർ പെർഫ്യൂമാണ്. ഇത് ഞാൻ ഇന്ന് പള്ളിക്ക് പോകുന്ന സമയത്ത്, വെള്ളിയാഴ്ചയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്, അപ്പോൾ ഞാനിന്ന് ഉച്ചയ്ക്ക് അടിച്ചിട്ട് വൈകുന്നേരം 6 മണിയായപ്പോഴും എൻ്റെ ഷർട്ടിലുണ്ട്. ഞാൻ പുറത്തൊക്കെ പോയി വേർത്ത് നല്ല വെയിലാണ്. ഈ ഒരു സമയത്തായപ്പോഴും അതിൻ്റെ സ്മെല്ല് അവിടെ കിടപ്പുണ്ട്. ഏകദേശം 6 മണിക്കൂറിൻ്റെ മേലെ ക്ലോത്ത്സിൽ എന്തായാലും ഈ ഒരു പെർഫ്യൂം എനിക്ക് ലാസ്റ്റ് ചെയ്തു. നല്ല അത്യാവശ്യം സ്വെറ്റൊക്കെ ചെയ്യുന്ന സമയത്ത്. പിന്നെ പെർഫോമൻസ് പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു 1 hour to 2 hour റേഞ്ചിൽ ആം ലെങ്ത്തിൻ്റെ ഇടയിലുള്ള പ്രൊജക്ഷനുണ്ട്. ഭയങ്കര അസോൾട്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്രൊജക്ഷൻ ആയിരിക്കില്ല, സോഫ്റ്റാണ്.
നിങ്ങൾക്ക് സൈഫായിട്ട് എവിടേക്കും വെയർ ചെയ്യാം. എന്നാലും ഒരു 10 സ്പ്രേസൊക്കെ മാക്സിമം മതി, വലിയ കുഴപ്പമില്ല. അപ്പോൾ EDP ആണെങ്കിൽ ഇത്തിരി കൂടെ തിക്കാണ്, ഒരു ലെതർ നോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒന്നുകൂടെ ട്രൈ ചെയ്ത് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇതും ട്രൈ ചെയ്ത് വാങ്ങുന്നത് തന്നെയാണ് ഒന്നുകൂടെ സേഫ്, കാരണം ഭയങ്കര സേഫായിട്ടുള്ളൊരു സൺ പ്രൊഫൈലല്ല, പക്ഷേ ഒത്തിരി യുണീക്കായിരിക്കും. നിങ്ങൾക്ക് ഒരു യുണീക്കായിട്ടുള്ള ഫ്രഷ് വേണമെന്നുണ്ടെങ്കിൽ മറീൻ നോട്ട്സ് ആണേലും അങ്ങനെ ഭയങ്കരമായിട്ട് തോന്നിപ്പിക്കാത്ത തരത്തിലുള്ളൊരു സ്മെല്ലാണിത്. സീവീഡിൻ്റെ നോട്ടൊന്നുമല്ല, ഇതിൽ ആ ഒരു ഫീൽ എനിക്ക് ഒരുപാട് ഓർമ്മകൾ വരുന്നൊരു ഫീൽ ഉള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പെർഫ്യൂം കൂടാണ്. ഞാൻ കുറച്ചേ വെയർ ചെയ്തിട്ടുള്ളൂ, പയ്യെ വെയർ ചെയ്ത് വരുന്നുള്ളൂ. ഇത് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂം കൂടാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യുക. 4th വണ്ണിലേക്ക് വരുമ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് പെർഫ്യൂമാണെന്നാണ് പല ഫോറിൻ റിവ്യൂവേഴ്സും പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ബഡ്ജറ്റ് ആയിരിക്കില്ലെങ്കിൽ കൂടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല വാല്യൂ ഓഫർ ചെയ്യുന്നൊരു പെർഫ്യൂമാണ് മിസോണി വേവ്. ഇത് ഏകദേശം എൻ്റെ ബോട്ടിൽ പകുതിയുടെ അടുത്തായി. അപ്പോൾ ഈ ഒരു പെർഫ്യൂം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു DNL വരുന്ന സെൻറ്റാണ്. കാരണം വെർസാച്ചെ പോറോം അല്ലെങ്കിൽ ഷനലിൻ്റെ അലൂറോം സ്പോട്ട് ഓ എക്സ്ട്രീം ആ ഒരു DNL വരുന്ന പെർഫ്യൂമാണ് മിസോണി വേവ്. ഇതിന് ഞാൻ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ലുലുവിലൊക്കെ 4000, അതിന് താഴെ 4300 താഴേക്കൊക്കെ ആയിരുന്നു പ്രൈസ്. ഞാൻ വാങ്ങിച്ചതും ആ റേഞ്ചിലാണ് നൈക്കയെന്ന്. 4300 വരെ സെല്ലായിട്ടുണ്ടായിരുന്നു ലുലു ഹൈപ്പറിൽ പോയ സമയത്ത്, ലുലു ഫാഷനിൽ പോയ സമയത്ത് ബ്ലഷ് സ്റ്റോറിൽ. അപ്പോൾ അവർ 4300 ആയിരുന്നു പ്രൈസ് പറഞ്ഞത്. ഇപ്പോൾ കയറി MRP 6000 സംതിങ് ഒക്കെ ആണുള്ളത്. അത്യാവശ്യം ഹൈപ്പുള്ളതുകൊണ്ടും കുഴപ്പമില്ലാതെ പെർഫോം നമുക്ക് ചെയ്യുന്നുണ്ടും പിന്നെ അതേ മാഗ്നറ്റിക് ക്യാപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഇത് നല്ലൊരു പെർഫ്യൂമാണ്. ഇതിൻ്റെ സൺ പ്രൊഫൈലിലേക്ക് ഭയങ്കര കൂടുതലായിട്ട് ഞാൻ ഇറങ്ങുന്നില്ല. വെർസാച്ചെ പോറോം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് സൺ പ്രൊഫൈലാണ് ഇതിലുള്ളത്. ഇതിൽ നിങ്ങൾ സ്പ്രേ ചെയ്ത ഉടനെ സിട്രസുകൾ, ഇത്തിരി സ്വീറ്റ് ആയിട്ടുള്ള മാൻഡറിൻ്റെ ഒക്കെ പ്രസൻസ് ഉണ്ട്. അതിലേക്ക് കുറച്ച് കഴിയും ഇത്തിരി മറീൻ അക്കോർഡ്സ് ഒക്കെ കയറി വരും. ചെറുതായിട്ടൊരു ഹെർബൽ ഫീൽ ഉണ്ടെങ്കിലും അത് ഭയങ്കര സ്ട്രോങ് അല്ല. നിങ്ങളുടെ എയറിൽ കൂടുതലും ഈ സിട്രസുകൾ പിന്നെ ഈ ഒരു മറീൻ ടച്ച് കയറി വരും. ലൈറ്റ്ലി സോൾട്ടിയാണ്. നിങ്ങൾ അക്വാഡി ജിയോലോ അല്ലെങ്കിൽ ഡോൾച്ച് ആൻഡ് ഗബാണയുടെ ലൈറ്റ് ബ്ലൂ ഓ ഇൻറ്റൻസിലോ ഒന്നും കാണുന്ന പോലെ അങ്ങനെ ഒരു എഗ്ഗി ഫീലൊന്നുമല്ല. ചെറുതായിട്ടൊരു സോൾട്ടി ടച്ച് ഉണ്ട്. ആ ഒരു മറീൻ അക്കോർഡ്സ് കയറി വരും. അതിലേക്ക് മസ്ക്, ടോങ്ക ഒക്കെ വരുമ്പോൾ ഇതിനൊരു ക്രീമി ടെക്സ്ചറൊക്കെ കിട്ടും. പക്ഷെ ഞാൻ ഇതിൻ്റെ ഒരു റീല് ഉണ്ടാക്കിയിട്ടപ്പോൾ ഒരു പുള്ളി അതിനിടയിൽ കമൻറ്റ് ചെയ്തായിരുന്നു, ഇതിന് ഇമാമി എന്ന ബ്രാൻഡിൻ്റെ ഫെയർ ആൻഡ് ഹാൻസം എന്ന ക്രീമിൻ്റെ തരത്തിലുള്ള സ്മെല്ലുണ്ട്. അപ്പോൾ അതെനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ മണത്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ആ ഒരു ക്രീമി ടെക്സ്ചറുള്ള ഒരു ക്രീമി സിട്രസി ടോങ്ക മറീൻ ടച്ചൊക്കെ ഉള്ളൊരു പെർഫ്യൂമാണിത്. ഈ ഒരു സമ്മറിൽ നല്ല കിടിലം വെയിലത്ത് അടിക്കാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണ്. ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ ജെന്റിൽമാൻ കൊളോണിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഒരു വൈറ്റ് ടീഷർട്ട് സെൻ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു പെർഫ്യൂമാണ് മിസോണിയുടെ വേവ്. വെർസാച്ചെ പോറോം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പെർഫ്യൂമാണ്. അത് ഏകദേശം തീർന്ന്. അപ്പോൾ അതിനെ എന്തായാലും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഇതുള്ളതുകൊണ്ട്. അപ്പോൾ ആ ഒരു DNL പെർഫ്യൂംസ് നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് മിസോണി വേവ്. ഇത് നല്ല വെയിലുള്ള സമയത്ത് എനിക്ക് 4 to 5 hours എന്തായാലും ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. 5+ hours ഞാൻ ഈ അടുത്തൊരു എൻഗേജ്മെൻറ്റിന് പോയപ്പോഴും വെയർ ചെയ്തായിരുന്നു. നല്ല വെയിലൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴേക്കും നമ്മൾ വേർത്ത് മുഷിയും. അങ്ങനെയൊക്കെ വെയർ ചെയ്തിട്ടും എനിക്ക് 5+ hours എൻ്റെ ക്ലോത്ത്സിൽ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് പോയിട്ട് ഞാൻ വൈകുന്നേരമാണ് എത്തിയത്. അപ്പോൾ ഇടയ്ക്ക് AC ആയിരുന്നെങ്കിലും നമുക്ക് ആ ഒരു ഐഡിയ മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും ഇത് കുഴപ്പമില്ലാതെ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ ഒരു അവറിൽ ആം ലെങ്ത്ത് വരെയൊക്കെ പ്രൊജക്ഷൻ പോകുന്നുണ്ടെങ്കിലും ഒന്നുകൂടെ ക്ലോസ് ആയിട്ടാണ് പിന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഭയങ്കര പ്രൊജക്റ്റിംഗ് ആയിട്ടുള്ളൊരു സെൻ്റ് ആയിരിക്കില്ല, എന്നിരുന്നാലും നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ഒരു സെൻ ബബിൾ തീർത്തുകൊണ്ടിരിക്കും. പിന്നെ ഈ ഒരു മസ്കി നോട്ട് പൊതുവേ എൻ്റെ സ്കിന്നിൽ ഒന്നുകൂടെ ലാസ്റ്റ് ചെയ്യാറുണ്ട്. വെർസാച്ചെ പോറോം പലരും 3 മണിക്കൂറൊക്കെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എൻ്റെ സ്കിന്നിൽ പലപ്പോഴും എനിക്ക് 6+ hours ആ ഒരു പെർഫ്യൂം ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്കിന്നുമായിട്ട് നല്ല വർക്ക് ചെയ്യുന്നൊരു പെർഫ്യൂം കൂടെയാണ്. നിങ്ങൾ വാങ്ങിക്കുന്നതിന് മുന്നേ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ടൈപ്പ് ഓഫ് DNA നിങ്ങൾക്ക് ഇഷ്ടമാണ്, പിന്നെ ബഡ്ജറ്റ് വലിയൊരു ഇഷ്യൂ അല്ലാന്നുണ്ടെങ്കിൽ കണ്ണുമുട്ടി വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കുന്നതുകൊണ്ടും തെറ്റൊന്നുമില്ല. അങ്ങനെ ഒരു പെർഫ്യൂമാണ് മിസോണി വേവ്. അടുത്തതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല, കാരണം ഇതിൻ്റെ റിവ്യൂ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. JPGയുടെ ലബു പാരഡൈസ് ഗാർഡൻ. ഈ ഒരു പെർഫ്യൂം ഇറങ്ങിയ സമയത്ത് ഇതിന് ഒരുപാട് ഹൈപ്പ് ഉണ്ടായിരുന്നു. ശരിയാണ്, നമ്മുടെ സമ്മറിലൊക്കെ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നൊരു പെർഫ്യൂമും കൂടെയാണ്. പൊതുവേ JPGയുടെ സെൻറ്റുകൾ കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യാറുണ്ട്. അപ്പോൾ ഇതും അതുപോലെ തന്നെ നമ്മൾ സമ്മറിൽ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂം കൂടെയാണ്. എന്നാലും സെൻറ്റ് യുണീക്ക് ആണെങ്കിൽ കൂടെ
എന്താ പറയുക, ഭയങ്കര വൗ ഫാക്ടറൊന്നും തരുന്നൊരു തരത്തിലുള്ള സെൻറ്റ് പ്രൊഫൈലും അല്ല, കുഴപ്പമില്ലാത്തൊരു പെർഫ്യൂം. ഇത് നിങ്ങൾ സ്പ്രേ ചെയ്ത ഉടനെ ഇതിന്ന് ഫസ്റ്റ് പിക്ക് ചെയ്യാൻ പോകുന്നത് ഒരു മിൻറ്റി ഫീലുണ്ട്. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ പിറകിലായിട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇതിൽ ടോങ്ക ബീൻ്റെ സ്വീറ്റ്നെസ്സൊക്കെ ഉണ്ടെന്ന് വേഗം തന്നെ അറിയാൻ പറ്റും. പിന്നെ ഇതിലൊരു മിൽക്കി ടച്ചുള്ള ചെറുതായിട്ടൊരു ക്രീമി ടെക്സ്ചറൊക്കെ ഉള്ള കോക്കനട്ടിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ കോക്കനട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിലൊന്നും പോലെയുള്ള സ്മെല്ലൊന്നുമല്ല, പകരം നിങ്ങൾ ലോഷനുകളിലൊക്കെ കാണുന്ന തരത്തിലുള്ള കോക്കനട്ട് ഫ്ലേവർ ഉണ്ടാവാറുണ്ട്. ആ ഒരു ടൈപ്പുള്ള സ്മെല്ലാണ് ഈ ഒരു പെർഫ്യൂമിലുള്ളത്. ഈ ഒരു കോക്കനട്ട് ടോങ്ക കോമ്പിനേഷനൊക്കെ നല്ല രസമാണ് സ്മെല്ല് ചെയ്യാൻ. എന്നിരുന്നാലും ഭയങ്കരമായിട്ടുള്ള യുണീക്കായിട്ടുള്ള ഒരുപാട് കോംപ്ലിമെൻ്റൊക്കെ വാരി കൂട്ടുന്ന തരത്തിലുള്ള പെർഫ്യൂമൊന്നും ആയിരിക്കില്ല. അത് കുഴപ്പമില്ലാത്തൊരു സെൻറ്റാണ്. പക്ഷേ ഇതിൽ എനിക്ക് പിടിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേലെക്കൂടെ ഒരു ഗ്രീൻ സ്മെല്ലുണ്ട്. ഈ സ്വീറ്റ്നെസ്സിൻ്റെയൊക്കെ മേലെക്കൂടെ ഒരു ഗ്രീൻ ഫീൽ തേച്ച് പിടിപ്പിച്ച പോലുള്ളൊരു ടച്ച് ഇതിലുണ്ട്. അത് ക്ലോസ് ആയിട്ട് സ്മെല്ല് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റൂ. അതെനിക്കിതിൽ ഭയങ്കരമായിട്ട് പിടിച്ചിട്ടില്ല. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ലാതെ ലാസ്റ്റ് ചെയ്യും. അത്യാവശ്യമൊക്കെ നിങ്ങൾ വെയർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാലും 5-6 മണിക്കൂറിന് മേലെ ഇത് ലാസ്റ്റ് ചെയ്തോളൂ. ആദ്യത്തെ 1.5 to 2 hours കുഴപ്പമില്ലാത്ത തരത്തിൽ ഇത് പ്രൊജക്റ്റും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പെർഫോമൻസ് ഞാൻ മറ്റേ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം, ടൈം സ്റ്റാമ്പ് കാണും. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾ 5,000-6,000 രൂപയുടെ റേഞ്ചിൽ നിങ്ങൾക്ക് പലപ്പോഴും മിന്ത്രയിലൊക്കെ സെയിൽ വരാനുണ്ട്. 125 ml തന്നെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. ട്രൈ ചെയ്തതിനു ശേഷം വാങ്ങിക്കാം. അതാണ് എനിക്ക് ഈ ഒരു സെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും പിടിച്ചോളണമെന്നൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു പെർഫ്യൂം കൂടെയാണ്. അപ്പോൾ ഇത്രയും പെർഫ്യൂംസാണ് നമ്മുടെ ആദ്യത്തെ 5 പെർഫ്യൂമുള്ള ലിസ്റ്റ്. നെക്സ്റ്റ് സെറ്റ് ഞാൻ വൈകാതെ തന്നെ റിലീസ് ചെയ്യാം. കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ ചെയ്യുന്നതായതുകൊണ്ട് ചെറുതായിട്ടൊരു ഹിക്കപ്പ് ഉണ്ട്. എന്തെല്ലാം പറഞ്ഞില്ല എന്നൊരു കൺഫ്യൂഷനുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ സെറ്റ് ചെയ്യാം. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.